ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെന്താ, ഇപ്പോൾ ചിലയിടത്തൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വെറും മഴേൻ്റെ സംസാരമല്ലേ? ഇവിടെ മഴ പെയ്യില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുടെ അവിടെ മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് അത്താഴം മുതൽ അങ്ങോട്ട് തുടങ്ങിയാലോ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ അത്താഴത്തിനൊക്കെ എണീച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് പിന്നെ ഇക്കാക്കും ഉമ്മാക്കും ഓരോ ചായയൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി പാല് തിളയ്ക്കാൻ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ എനിക്കും അല്ലൂസിനും ഓരോ സർബത്തൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട്, അപ്പം നമ്മുടെ അങ്കൂസ് എണീച്ചിട്ടില്ല കേട്ടോ. എണീച്ചാൽ അഥവാ കണ്ടു വെച്ചാൽ ഒരു സർബത്ത് അവനക്കും കൊടുക്കാം. അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ സർബത്തൊക്കെ ഇങ്ങനെ കലക്കി അപ്പത്തിന് ഇടയിൽ ചായയൊക്കെ തിളച്ച് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ വേഗം സർബത്തൊക്കെ കലക്കി അല്ലൂസിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് പിന്നെ ഞാനും അങ്ങോട്ട് കുടിച്ചു കേട്ടോ. അങ്ങനെ കുടിച്ച ഇടയിൽ തിളയ്ക്കണ്ടോ അങ്ങോട്ട് നോക്കണമുണ്ട് കേട്ടോ പാല്. പിന്നെ അങ്ങനെ പാലൊക്കെ തിളച്ച് അങ്ങനെ ചായയൊക്കെ ആയിട്ട് കൊണ്ട് വരുമ്പോഴുണ്ട് നമ്മുടെ അങ്കൂസ് എണീച്ചിട്ട് അവിടെ ഇരിക്കണ്. പിന്നെ അല്ലൂസ് സർബത്ത് കുടിച്ചത് എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വേഗം പോയിട്ട് അവനക്കും ഒരു സർബത്ത് കലക്കിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതല്ല, ഇനിയിപ്പോൾ അത്താഴത്തിന് ഇവന് എണീച്ച് പറഞ്ഞാൽ ഏകദേശം ഒരു 6 മണിയാകാണ്ട് ഉറങ്ങുമല്ലോ. അപ്പോൾ ഇവരിനെ അബാകസിൻ്റെ ക്ലാസ്സിന് ചേർത്തി വിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറുമ്പ് ഇവർ 3 പേരും പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് നേരത്തെ എണീക്കണമല്ലോ. ഇവരാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങി പറഞ്ഞാൽ 10 മണിയാവാണ്ട് എണീക്കില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഇക്കാൻ്റെ ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ മേലെ പോകണം, നിങ്ങൾ വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഉപ്പാൻ്റെ കൂടെ വരുള്ളൂ. അപ്പോൾ എന്നാൽ ശരി, നിങ്ങൾ ഉപ്പയും മക്കളും വരും, ഞാൻ പോയിട്ട് മേലെ മിഷീനിൽ തുണി എടുത്തേന്ന് പറഞ്ഞിട്ട് മേലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ കാക്കച്ചിയമ്മക്ക് അപ്പുറത്ത് ഇങ്ങനെ കാ കാ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അങ്കൂസിനോ അങ്ങനെ ഉറക്കാനൊക്കെ പോയി. അപ്പോൾ നമ്മുടെ അടിച്ചു വാലും തുടക്കലൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഡ്രസ്സുകളൊക്കെ അവിടുന്ന് അടിക്കാനുണ്ട്. അപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് എനിക്കും സനൂജാക്കും ഉമ്മ എടുത്ത് തന്ന കേട്ടോ. ഇതെൻ്റെ ഉണ്ട്, നന്നായിട്ടുണ്ടോ? പിന്നെ സനൂജാക്ക് ടോപ്പും അതിൻ്റെ ഒപ്പം തന്നെ പാൻറ്റും ഷോളും ഒക്കെ ഉള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഇങ്ങനെ രണ്ട് മരുമക്കൾക്ക് മേടിച്ച് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടിക്കണം. ഇപ്പോൾ ചെക്കന്മാർ അബാകസിൻ്റെ ക്ലാസ്സിലേക്ക് പോയി കേട്ടോ. അപ്പോൾ വരുമ്പത്തിനും പറ്റുന്ന അത്രയും അടിക്കാനുള്ളത് അടിച്ചു നോക്കണം. അവൻ വന്നാൽ പിന്നെ അവൻ്റെ പിന്നാലായിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് വേഗം അടിക്കാം കേട്ടോ. മിഷീനിൽ കയറി ഇരിക്കാനാ പാട് കേട്ടോ. ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ അങ്ങോട്ട് അനേ ഓരോ ഓളത്തിൽ അനെ അടിച്ച് തീർത്തോളും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അടിച്ചപ്പോഴാണ് ഇക്കാൻ്റെ ഡ്രസ്സ് തേച്ചിട്ടില്ല എന്ന് ഓർമ്മ വന്നു കേട്ടോ. പിന്നെ ആ ഡ്രസ്സും പൊക്കി പൊടിച്ച് ആ ഡ്രസ്സൊക്കെ അങ്ങോട്ട് തേക്കുക കേട്ടോ. അപ്പോൾ എന്താ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബാക്കി അടിക്കാൻ വെച്ചിട്ടാ കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ തേച്ചിട്ട് ഇങ്ങോട്ട് റൂമിലേക്ക് വരാൻ നേരത്തും ഒന്ന് ആകാശത്തിന് നോക്കിയപ്പോൾ അങ്ങോട്ട് ഇരുണ്ടുകൂടി അങ്ങനെ മേഘങ്ങളൊക്കെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് സന്തോഷിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊക്കെ ഉണ്ടാവൂലേ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഞാനങ്ങനെ റൂമിലേക്ക് ഡ്രസ്സും പിടിച്ചിട്ട് അങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ കൊടുത്ത് കഴിഞ്ഞ് തിരിച്ച് ഒന്ന് നോക്കുമ്പോൾ അതൊക്കെ മേഘങ്ങളുടെ മൂടാപ്പൊക്കെ മാറി അങ്ങോട്ട് വെളിച്ചം വെച്ചിരിക്കണത്. അപ്പോൾ ഞാനൊന്ന് പിണക്കം കാട്ടിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അബാകസിൻ്റെ ക്ലാസ്സിന് പോയ 2 കുഞ്ഞു കുട്ടികളൊക്കെ വന്നിരിക്കണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ തല്ലുകൂടലുണ്ട് കേട്ടോ ഇവർക്ക്. ഈ അല്ലൂസ് ഒരേ പിത്തന കേട്ടോ. ഇവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവനെ പിത്തനാക്കിക്കൊണ്ടേ ഇരിക്കും. പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നമ്മുടെ അങ്കൂസ് ഒറ്റക്ക് ഇങ്ങനെ കളിക്കണം കുപ്പി വെച്ചിട്ടിട്ടാ. അപ്പം ഞാൻ അങ്കൂസേടാ നീ ഇങ്ങനെ കുപ്പി അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നിർത്തി പിടിക്കൂലേടാ, അതൊന്ന് കാണിച്ചതാടാ എന്നൊക്കെ അവനെ ചോദിച്ചപ്പോൾ
ആ എന്ത് ഇങ്ങനെയാ കുപ്പി ഇടുന്നതാ ഉരുട്ടുന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ലേടാ പറഞ്ഞപ്പോൾ ആ പിന്നെ അവനക്ക് മനസ്സിലായി. പിന്നെ അതിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറേ നേരമൊക്കെ ആക്കിയിട്ട് പിന്നെ അവനക്ക് അങ്ങനെ അത് ഇങ്ങനെ ഇട്ട് പിടിക്കാൻ കിട്ടിയിട്ടോ. പിന്നെ അവൻ കുറച്ച് നേരം കൂടി അത് അങ്ങനെ കാട്ടിയിട്ടേയിരുന്നു. പിന്നെ അങ്ങനെ ഒരുക്കിയും കൂടി അങ്ങനെ ഇട്ട് വീണു കേട്ടോ. ശരിയായി കിട്ടി. അപ്പം അവൻ്റെ ഒരു സന്തോഷം അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. പിന്നെ ഞാനങ്ങനെ കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അങ്കൂസ് വന്നു കേട്ടോ. പിത്തനക്കുള്ളി വന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടിട്ട്. അപ്പം ഇങ്ങനെ ഈ ക്യാമറയിൽ നോക്കിയിട്ടാണ് പോലെ ഇവർക്കറിയപ്പോൾ ഇങ്ങനെ ഇത് ഓണാക്കി വെച്ചിരിക്കണമെന്നറിയാം. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് കാട്ടുകെട്ടാ. അപ്പോൾ വായ അങ്ങനെ തുറന്ന് വെച്ചിരിക്കണം. അപ്പോൾ അതൊന്ന് അടച്ചു പിടിക്കണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അതന്നെ ചെയ്തിട്ടിരിക്കുക കേട്ടോ അവന്. അപ്പോൾ അതന്നെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ ഓരോന്നൊക്കെ കാട്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ഇപ്പോൾ അല്ലൂസും ഇല്ല. ഇപ്പോൾ കുറുമ്പിയാണെങ്കിൽ ഉറങ്ങണം. അപ്പോൾ ഇവനക്കിപ്പോൾ കളിക്കാൻ ആരുമില്ല. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് കളിക്കാൻ വേണ്ടി കൂട്ടിയിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് നല്ല വിധത്തിൽ വെറുപ്പിക്കണമുണ്ട് കേട്ടോ. വേർപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജ്യൂസ് ഒക്കെ ആക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരുന്ന് തലയൊക്കെ ചീവണു. തിരിച്ചു വന്നപ്പോൾ ഇരുന്ന് തലയൊക്കെ ചീവണു. ഇത് ഇപ്പോൾ കുറുമ്പിൻ്റെ ചീർപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും തലയിൽ വെച്ചിട്ട് എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട് അവന്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആങ്ങളെയും അപ്പത്തിന് ഇപ്പോൾ കുറുമ്പി എണീച്ചിട്ടുണ്ട്. ഒരേ ചെറിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തപ്പോൾ ഇങ്ങനെ ചെറുക്കണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരേ കരച്ചിലായിരുന്നു. നോക്കുമ്പോൾ എന്താ ആളുടെ തല വാതെല്ലാം മുട്ടി ചെറിയൊരു മുറി അയക്കണം തലയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലിങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കറണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ അവിടെയും കറണ്ട് പോയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ കുറച്ച് നേരം. പിന്നെ നമ്മളങ്ങനെ ലുലുക്ക് പോയി. ലുലുക്ക് ഒരു കൂളർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് കളിപ്പാട്ടമൊന്നും വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരാണ്. പിന്നെ രണ്ട് കളിപ്പാട്ടമൊക്കെ മേടിപ്പിച്ചിട്ട് പലയിൽ മേടിപ്പിച്ചിട്ട് കൊണ്ടുവന്നിക്കുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇനി കാണും വരയ്ക്കും ടാറ്റാ.